നാം ഒരാളുടെ അടുക്കലേക്ക്, ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ, നമുക്കൊരു രോഗം വന്നാൽ അതിനുള്ള ഫലം ആ ഡോക്ടറുടെ അടുക്കലുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നാം ഡോക്ടറിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അതുപോലെ നാം അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യും. നാം ഒരു അസുഖം വന്നാൽ ആ അസുഖത്തിന്റെ ശിഫാക്ക് വേണ്ടി ആരുടെ അടുക്കൽ എത്ര രൂപത്തിൽ കഷ്ടപ്പെട്ടിട്ടാണോ, എത്ര പ്രയാസപ്പെട്ടിട്ടാണോ, എത്ര ക്യൂ നിന്നാലും, എത്ര പ്രയാസപ്പെട്ടിട്ടായാലും, എത്ര കാത്തു നിന്നിട്ടായാലും, എത്ര നേരം ചെലവഴിച്ചിട്ടാണെങ്കിലും, എത്ര സമ്പത്ത് ചെലവഴിച്ചിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഡോക്ടറുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നമുക്ക് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ശ്വാസത്തിന് ആവശ്യമായ വായു തന്നു, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് തന്നു, നമുക്ക് ജീവിക്കാനുള്ള ഭക്ഷണങ്ങൾ തന്നു. അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നൽകിയ യജമാനനായ റബ്ബിന്റെ സവിധത്തിലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ യഥാർത്ഥമായ തഖ്വയോടെ ഇഖ്ലാസോടുകൂടെ നാം മുന്നേറേണ്ടതില്ലയോ? അതെ, അല്ലാഹു ആരാണ്? യജമാനനായ റബ്ബ്. യഅലമുസ് സിർറ വമാ വഅഖ്ഫാ, ആലിമുസ് സിർരി വഅഖ്ഫാ, എല്ലാ രഹസ്യങ്ങളും എല്ലാ പരസ്യങ്ങളും അറിയുന്ന യജമാനനായ റബ്ബാണ്. യഅലമു ആയിനത്തിൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അതെ, നിന്റെ മനസ്സിൽ നീ ഒളിപ്പിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബ്, നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ ഹൃദയത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുന്ന യജമാനനായ റബ്ബ്, നിന്റെ കണ്ണുകൊണ്ട് നീ എത്തി നോക്കുന്ന, നീ ആരും കാണാതെ ഒളിച്ചു നോക്കുന്ന, നീ വഞ്ചിക്കുന്ന റബ്ബ്, നീ വഞ്ചിച്ചാൽ അതെല്ലാം അറിയുന്ന യജമാനനായ നിന്റെ എല്ലാ കട്ടുനോട്ടങ്ങളും തിരിച്ചറിയുന്ന ആ റബ്ബിലേക്ക് നാം മുന്നിടുമ്പോൾ പരിപൂർണമായ ഇഖ്ലാസോടുകൂടെ നാം മുന്നിടേണ്ടതുണ്ട്. നിസ്കാരത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതാ നമുക്കറിയാം, നമ്മൾ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ നമ്മൾ പോവാറുണ്ട്. വളരെ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട്, നമ്മുടെ വീട്ടും നാടും വിട്ടുകൊണ്ട്, പ്രായ സമയത്ത് വാർദ്ധക്യ സമയത്ത് വരെ നമ്മൾ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി പോകാറുണ്ട്. അതുപോലെ നമ്മുടെ സമ്പത്തിൽ നിന്നും സക്കാത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ അതുപോലെ റമദാൻ മാസമായി കഴിഞ്ഞാൽ നോമ്പ് നാം അനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന, പട്ടിണി കിടന്നുകൊണ്ട് ചെയ്യുന്ന ഈ നോമ്പും, അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സകാത്തും, അതുപോലെ ഹജ്ജുമെല്ലാം നാം നിർവഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി അസ്സലാ. ശരീരം കൊണ്ട് ഞാനും നീയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായത് മോളെ നിസ്കാരമാണ്. അതുകൊണ്ട് ആ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തലകുത്തി മറിഞ്ഞതുകൊണ്ട്, നമ്മളല്ലെങ്കിൽ ഒരു കർമ്മമായി ചെയ്ത് എന്തെങ്കിലും ചില കളികൾ കളിച്ചതുകൊണ്ട് അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുമോ? ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ ഹജ്ജിനേക്കാൾ മഹത്വം നമുക്ക് ലഭിക്കുമോ? അതേ, സക്കാത്തിനേക്കാൾ മഹത്വം നമുക്ക് ലഭിക്കുമോ? സോമിനേക്കാൾ മഹത്വം നമുക്ക് ലഭിക്കുമോ? അതേ, പരിപൂർണമായ ആത്മാർത്ഥതയോടുകൂടെ നാം റബ്ബിലേക്ക് മടങ്ങുന്നു എന്ന റബ്ബ് യജമാനനായ അള്ളാഹുവിലേക്കുള്ള മുനാജാത്താണെന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയില്ലെങ്കിൽ അതെ, നിന്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടും. നാളെ മഹ്ശറയിൽ നീ ചെല്ലുമ്പോൾ
നിന്നോട് നിന്റെ നിസ്കാരങ്ങളെ കുറിച്ച് ചോദിക്കും. നീ അതേ ശ്രദ്ധയില്ലാതെ അലംഭാവത്തോടുകൂടെ നിന്റെ നിസ്കാരത്തിലേക്ക് കടന്നു ചെന്നാൽ അതൊക്കെ അറിയാൻ യജമാനനായ നിന്റെ റബ്ബിന് സാധിക്കുമല്ലോ. ആ റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് നീ മുന്നിടുമ്പോൾ എന്റെ മുഅ്മിനേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുമ്പോൾ അവന്റെ അടുക്കൽ നമ്മൾ വിജയിക്കണോ? നമ്മൾ അതാ ആ നിസ്കാരത്തെ ശ്രദ്ധിക്കണേ. അതേ ഖുർആനിൽ അല്ലാഹു ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അതേ നിസ്കാരത്തെ കുറിച്ച് പറയുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാഹ്. യഥാർത്ഥ വിശ്വാസികൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയിച്ചവരായ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അതെ, അവരുടെ നിസ്കാരങ്ങളിൽ, അവരുടെ നിസ്കാരത്തിൽ പരിപൂർണമായി വിനയമുള്ളവരായി, ഭയഭക്തിയുള്ളവരായി, തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ആത്മാർത്ഥമായി ആരാണോ അത് നിർവഹിച്ചത് അവരെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ച മുഅ്മിനീങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ക്യൂ നിൽക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അതേ നമ്മുടെ രോഗത്തിന്റെ ശാന്തിക്ക് വേണ്ടി, ശമനത്തിന് വേണ്ടി നമ്മൾ അതാ അവിടെ ചെന്നുകൊണ്ട് പല രീതിയിലും നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. ക്യൂവിൽ നിൽക്കേണ്ട സമയത്ത് നമ്മൾ ക്യൂവിൽ നിൽക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ടോക്കൺ നമ്പർ എത്ര വരുന്നോ അതുവരെ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് നമ്മൾ നിൽക്കാറുണ്ട്. പക്ഷേ നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ മടിയന്മാരായിക്കൊണ്ട്, നിസ്കാരം ഒരു ഭാരമായിക്കൊണ്ട് നമ്മൾ നമ്മുടെ നിസ്കാരത്തെ മാറ്റുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നീ മുനാഫിക്കാണ്, നീ മുനാഫിക്കാണ്, നീ മുനാഫിക്കാണ്. നോക്കിയേ, നമ്മൾ വലിയ ഒരാളുടെ അടുക്കൽ ചെല്ലുന്നു, വലിയൊരു രാജാവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുന്നു, അല്ലെങ്കിൽ വലിയ ഒരു മന്ത്രിമാരുടെ അടുക്കലേക്കാണ് നാം ചെല്ലുന്നത്. എന്നാൽ അവരുടെ അടുക്കൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് വളരെ അച്ചടക്കത്തോടുകൂടെ, വളരെ ശ്രദ്ധയോടെ, നമ്മെ ആരെങ്കിലും അവിടുന്ന് വിളിക്കുമ്പോൾ പോലും അവരെ പരിഗണിക്കാതെ ആ യജമാനന്റെ, ആ രാജാവിന്റെ, ആ മന്ത്രിയുടെ മുമ്പിലേക്ക് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ, അതേ യജമാനനായ എല്ലാം പോറ്റി വളർത്തുന്ന, നിനക്കും എനിക്കും ആവശ്യമായ എല്ലാം നൽകിയ, എല്ലാം കാണുന്ന ആ യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ ഞാനും നീയും ആത്മാർത്ഥമായ രൂപത്തിൽ മുന്നിട്ടിട്ടില്ലെങ്കിൽ അതേ നാളെ പരാജിതരാണ്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹ്, മശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വഖുറത്തു ഐനി എന്റെ കണ്ണിന് കുളിർമയുള്ളത് നിസ്കാരത്തിലാണ്, നിസ്കാരത്തിലാണ്. എന്റെ കൺകുളിർമയുള്ളത് നിസ്കാരത്തിലാണ്. എന്റെ യജമാനനായ, എന്റെ രാജാവായ, എന്റെ അല്ലാഹുവിലേക്ക് ഞാൻ അതേ മുന്നിടുന്ന ആ നിസ്കാരമുണ്ടല്ലോ, അതാണ് എനിക്ക് ലോകത്ത് ഏറ്റവും കൺകുളിർമയെന്ന് വജഅൽതു ഖുർറത ഐനി ഫിസ്സലാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ മുഅ്മിനീങ്ങളെ. അതൊക്കെ നാം പഠിക്കുമ്പോൾ നമ്മുടെ നിസ്കാരം നമ്മൾ ഭയഭക്തിയോടെ നല്ല ആത്മാർത്ഥമായി കൊണ്ട്, എന്നെ പഠിച്ച, എന്നെ സൃഷ്ടിച്ച, എനിക്കെല്ലാം നൽകിയ, എനിക്കെല്ലാം നൽകുന്ന യജമാനന്റെ മുമ്പിലേക്കുള്ള സുപൂർണമായ സമർപ്പണമാണെന്ന ബോധത്തോടുകൂടെ നാം മുന്നേറേണ്ടതുണ്ട്.